ഇന്ന് വലിയ കഥകളിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എ സിമ്പിൾ ഡേ, സിമ്പിൾ വ്ളോഗ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താണ് ഹാപ്പനിങ്? വാട്ട് ഈസ് ഹാപ്പനിങ് എവ്രിവെയർ? ഇവിടെ നല്ല അടിപൊളി വെതറാണ്. ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും വെതറിനെ പറ്റി പറയുന്നത് വെച്ചാൽ ദ വെതർ ആൻഡ് മൈ മെന്റൽ സ്റ്റേറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇങ്ങനെ സിങ്ക് ആയി പോകുന്നതാണ്. ഇപ്പം നല്ല മഴയാണെങ്കിൽ തീർന്നു, നല്ല തണുപ്പ് പിന്നെയും ഐ എം ട്രൈങ് ടു അഡ്ജസ്റ്റ്. പക്ഷെ നല്ല സണ്ണി ആണെങ്കിൽ ഒന്നും പറയണ്ട. ആൻഡ് മൗണ്ടിൽ മഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ താഴെ വരെ മഞ്ഞ് സ്കീ ഫീൽഡൊക്കെ ഓപ്പൺ ആയി എന്ന് പറയുന്നുണ്ട്. സോ ഐ എം ഗോണ ഷോ യു ദാറ്റ്. യാ കം ലെറ്റ്സ് ഗോ. അതിന് മുന്നേ ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് പോയി, അതെല്ലാം എടുത്ത് വെക്കണം. ഐ ബോട്ട് മത്തി, വൈൽഡ് കോട്ട് പസഫിക് ഓഷ്യൻ പാക്ഡ് ഇൻ ചൈന. ഞാൻ ഇതുവരെ ഈ സാധനം വാങ്ങിച്ചിട്ടില്ല ഇവിടെ എത്തിയിട്ട്. ഒരു പ്രാവശ്യം ഇന്ത്യൻ സ്റ്റോറിന്ന് ഫ്രോസൺ സഡൈൻ വാങ്ങിച്ചിട്ട് ഓ മൈ ഗോഡ്, ഞാൻ ഒരിക്കലും മറക്കില്ല. ദറ്റ് അമോണിയം ടേസ്റ്റ്. കഴിച്ചിട്ടില്ല, അത് കറി വെച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ദിസ് വൺ ഐ തിങ്ക് ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിസ് വൺ ഇസ് ഗുഡ്, ബട്ട് വിൽ ട്രൈ. ഇത് വൃത്തിയാക്കാൻ ഞാൻ വീട്ടിൽ നമ്മേനെ കൊണ്ടിട്ട് ചിക്കനാണ്. ബിക്കോസ് ഇന്ന് രാത്രി നമ്മളൊരു അൽഫാം ട്രൈ ചെയ്യുന്നതായിരിക്കും. സ്പിനച്ച്, ഫ്രോസൺ സ്റ്റിർ ഫ്രൈ വെജീസ് ആൻഡ് ഓൾ. ഐ മിസ് കുബൂസ്. നോട്ട് കുബൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടാനല്ല, ഇവിടെ പിറ്റ ബ്രെഡ് ആണ് ഇവിടുത്തെ. പക്ഷെ നമുക്ക് ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്ലൻഡ് വെല്ലിംഗ്ടൺ ഒക്കെ പോയ കുബൂസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ നോ എക്സ്ട്രാ. എന്തിനാണ് ഈ എല്ലാ ആഴ്ചയും ഗ്രോസറി ഷോപ്പിംഗ് കാണിക്കുന്നതല്ലേ? ഐ ആക്ച്വലി ലൈക്ക് ഡൂയിങ് ദാറ്റ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ എനിക്ക് അപ്പാർട്ട് ഫ്രം ഗ്രോസറി ഷോപ്പിംഗ് ബാക്കി ചില്ലറ പരിപാടികളൊക്കെ കൂടി ഉണ്ടായിരുന്നു. അപ്പം ഐ തോട്ട് ഞാൻ പോകുന്ന സമയത്ത് അങ്ങ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വരുമ്പോഴേക്കും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. വന്ന ഉടനെ തന്നെ തുണി ആറിയിടാം. ഈ പരിപാടി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മൗണ്ട് കാണാൻ പോവാം. മൗണ്ട് വ്യൂ എന്ന് വെച്ചാൽ ഇവിടുന്ന് അത്ര വലിയ വ്യൂ ഒന്നും ഇല്ല, എന്നാലും ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അവിടെ ക്ലൗഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. സ്റ്റിൽ നമുക്ക് നടന്നിട്ട് വരാം. കണ്ടോ, അത് മൊത്തം മഞ്ഞ. നമുക്ക് നടക്കാം അങ്ങോട്ട്. താഴെ ഇറങ്ങുന്നതിന് നല്ലത്. ഇതാണ് മൗണ്ട് ടാരണാക്കി. ദിസ് ഈസ് ആക്ച്വലി എ സ്ലീപ്പിംഗ് ആക്റ്റീവ് വോൾക്കാനോ. ഓണസ്റ്റ്ലി ഈ വീഡിയോയിൽ ഒട്ടും ജസ്റ്റിസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് നേരിട്ട് കാണുമ്പം ഓരോ സൈഡ്, എസ്പെഷ്യലി സൺസെറ്റിന്റെ ഒക്കെ സമയത്ത് ഒരു പിങ്ക് ഷെയ്ഡ് അടിക്കും, വിച്ച് ഐ ബി ഷോയിങ് യു ഗൈസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ബ്യൂട്ടിയാണ് ഈ മൗണ്ടിന്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് റോഡ് വർക്ക്സ് എല്ലാം നടക്കുന്ന സമയത്ത് ഇങ്ങനെ നോട്ടീസ് കൊടുക്കും. നമ്മുടെ മെയിൽ ബോക്സിൽ ഇങ്ങനെ നോട്ടീസ് വരും, ഇങ്ങനെ ലൈക്ക് ദിസ് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ഇമ്പോർട്ടൻറ്റ് റോഡ് വർക്ക്സ് നോട്ടീസ് ആണിത്. ആൻഡ് ട്രാഫിക് മാനേജ്മെൻറ്റ് ഉണ്ടാവും, അതുണ്ടാവും, ബ്ലാ ബ്ലാ. ഉച്ചക്ക് അമലിന് ടീം ലഞ്ച് ഉള്ളതുകൊണ്ട് അവരെ ലഞ്ച് കൊണ്ടുപോയില്ല. സോ അത് ഞാൻ കഴിക്കും. ഞാൻ ഷ്രെഡഡ് ചിക്കൻ ആക്കിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് മായോ ആൻഡ് ജസ്റ്റ് ലിറ്റിൽ സാൻഡ്വിച്ച്. നമ്മുടെ ലഞ്ച് ഇസ് സോട്ട്. കുഴപ്പമില്ല. ഫുഡെല്ലാം കഴിച്ചു. എനിക്കൊരു ഷിഫ്റ്റ് ഉണ്ട് ഇന്ന്, ആക്ച്വലി ലേറ്റ്. സോ പോയി വന്നിട്ട് കാണാം. ബൈ. ഞാനങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അമൽ ജിമ്മിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് വ്യൂ വേണ്ടി തപ്പി നടക്കുമായിരുന്നു. ബട്ട് സൺസെറ്റ് കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും. ബട്ട് ദിസ് വാസ് ദ വ്യൂ. We had a long day. I had a long week. Oh yeah, I had a long day. ഞാൻ വീട്ടിലൊക്കെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് എന്താ എല്ലാത്തിൻ്റെയും കൂടെ അമലിൻ്റെ അച്ചാർ. വെൽക്കം ടു ദ സാറ്റർഡേ കെയോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓ യാ, ലുക്ക് അറ്റ് ദ മെസ്. സാറ്റർഡേ നമ്മുടെ കുക്കിംഗ് പരിപാടികൾ നടക്കുകയാണ്. ജസ്റ്റ് എ മെസ്സി വ്ളോഗ്. ഐ ആം ട്രൈങ് ടു മേക്ക് ഓർ മേക്കിംഗ് പരിപ്പും സ്പിനച്ചും. സ്പിനച്ച് ഉണ്ടകൾ ഇന്നലെ ഞാൻ വാങ്ങിച്ച മീൻ പൊരിക്കാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഈ കറി ആവുമ്പോൾ അമലിന് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പരിപ്പും ചീരയും കറി. ആൻഡ് അതിൻ്റെ കൂടെ സ്കേറ്റ് വിങ്സ് എന്ന് പറഞ്ഞ ഫിഷാണ് കേട്ടോ. ഇതിന് തെരണ്ടി എന്നാണ് നാട്ടിൽ പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അതും ഫ്രൈ ചെയ്യുക നമ്മൾ.
ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് അമൽ ആദ്യം ചെയ്ത പണിയാണ് ഇവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ സാറ്റർഡേ അമലിനൊരു ഗെയിം ഉണ്ടാവാറുണ്ട്. ആൻഡ് ഈ സാറ്റർഡേ ഞാൻ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ രാവിലെ നോക്കുമ്പം കാലാവസ്ഥ വാസ് ലൈക്ക് സോ ഗ്ലൂമി ആൻഡ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അമലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചവിട്ട് കിട്ടി വരാറുണ്ട്. ബട്ട് ദിസ് ടൈം അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. ആ ദിവസം പിന്നെ നത്തിങ് മച്ച് ഹാപ്പൻ. സോ ഞാൻ എന്തിനാ ഈ ഡെയിലി സെയിം കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് വെച്ചിട്ട് ഐ ഡിഡ് നോട്ട് റിയലി ടേക്ക് എ വീഡിയോ. സൺഡേ മോർണിംഗ്സ് ആർ യൂഷ്വലി വെരി ക്വയറ്റ് കാം. മെല്ലെ എണീറ്റ് മെല്ലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല, ഡയറക്റ്റ് ലഞ്ചിലേക്കാണ് പോവുക. ബട്ട് ദിസ് മോർണിംഗ് അമൽ ഡിസൈഡഡ് ടു മേക്ക് സംതിങ്. മഷ്റൂം, അണിയൻ, സ്പിനച്ച്, എഗ്ഗും പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ബാക്കി അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, അത് വളർന്നോട്ടെ എന്ന് വെച്ചതാണ്. മേ ബി നമുക്കത് നട്ട് വെക്കാം, എന്നാലും അത് വളരും, വെള്ളത്തിലിട്ട് വെച്ചാലും വളരും എന്നാണ് ഞാനൊരു റീലിൽ കണ്ടത്. ഇതൊരു തിക്ക് ഓംലെറ്റ് പരുവത്തിലാക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ പനീറും കൂടി ആഡ് ചെയ്തു. ആൻഡ് അതായതിനു ശേഷം ഒരു പീറ്റ ബ്രെഡിൽ അത് സ്റ്റഫ് ചെയ്ത് കുറച്ച് ഹമ്മൂസ് ബാക്കി ഉണ്ടായിരുന്നു ഇന്നലത്തെ. നയമാണോ ഹമ്മൂസ്? ഇന്ന് വലിയ കഥകളിയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എ സിമ്പിൾ ഡേ, സിമ്പിൾ വ്ളോഗ്. ലെറ്റ്സ് ഗോ. ലഞ്ച് പരിപാടികളെല്ലാം ആക്ച്വലി ഒരു ലൈറ്റ് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങുകയാണേ. എന്നോട് കുറേ പേര് എടുത്ത് ഓറഞ്ച് കാണിക്കാൻ പറഞ്ഞു. നല്ല പുളി, അത് മാസങ്ങളായി ഇങ്ങനെ ഇരിക്കുകയാണ്, പഴുക്കുന്നില്ല, എന്താണെന്നറിയില്ല. സൺഡേ ആയതുകൊണ്ട് ഇവിടെ എല്ലാ കടകളും ഏർലി പൂട്ടും. നത്തിങ് മച്ച് ടു ഡു അല്ലേ? എത്ര 12 മണിക്ക് ഇപ്പം നോക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നോക്കുമ്പോൾ എല്ലാ കടകളും പൂട്ടിക്കെട്ടി. ഇത്ര ചില കടകളൊന്നും സൺഡേ തുറക്കാറേ ഇല്ല. ഇതാണ് ന്യൂ പ്ലിമത്ത് സിറ്റി. ഇതത്ര ലൗഡ് ആൻഡ് ബിസി ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു സിറ്റി ഒന്നുമല്ല. പക്ഷേ സ്ലോ ലിവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്ലേസ് ആണ്. പിന്നെ ഇവിടെ അധികം ആൾക്കാർ വരാറുള്ളത് മൗണ്ട് കാണാനാണ്. പിന്നെ സമ്മറിൽ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കും. സമ്മർ ഇസ് ഇൻ ഡിസംബർ. ഒക്കെ വേണ്ട, വൃത്തിട്ടളറത് അതൊക്കെയാ. പൈസ നീ എടുത്തോളണം. പിന്നെ ഈ കടയുടെ പേരാണ് ബ്രിസ്കോസ്. ഒരു മിനി വേർഷൻ ഓഫ് ഐക്കിയ എന്ന് വേണമെങ്കിൽ പറയാം. ചോറും കരയിൽ ഇട്ടും പൊള്ളി കഴിക്കാല്ലേ? അത് വെച്ചിട്ട് മാത്രല്ലടി. ഞാൻ പൊതുവെ ബ്രിസ്കോസിൽ വരാറുള്ളത് വെറുതെ വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒന്നും വാങ്ങണമെന്നൊന്നുമില്ല, വെറുതെ എല്ലാം കണ്ട് തൊട്ട് തലോടി ജസ്റ്റ് ഒരു എന്റർടൈൻ. പക്ഷെ അമലിൻ്റെ അത്ര അങ്ങോട്ട് എന്റർടൈനിങ് അല്ല. പക്ഷേ വി മേക്ക് എ ഡീൽ. എൻ്റെ കൂടെ ബ്രിസ്കോസിൽ തെണ്ടി നടക്കാൻ വന്നാൽ ഞാൻ അമലിൻ്റെ കൂടെ റിബൽ സ്പോർട്സിലും നടക്കാൻ വരും. ഇവിടെ ലോക്കലി നമുക്ക് ഓരോ സാധനങ്ങൾ, ലോക്കലി ഗ്രോൺ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി പറ്റിയൊരു ഷോപ്പാണിത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. ഞാൻ ഇവരെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാ ദിവസവും എന്തെങ്കിലും ഡീൽ ഇട്ടിട്ടുണ്ടാവും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, ഇവിടെ മിൽക്ക്, എഗ്, അങ്ങനത്തെ ഒരു ബേസിക് ഗ്രോസറി സാധനങ്ങളെല്ലാം അത്യാവശ്യം ഇവിടെ കിട്ടുന്നുണ്ട്. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. വി ഡിസൈഡഡ് ടു ഹെഡ് ബാക്ക് ഹോം. ദിസ് ഇസ് ന്യൂ പ്ലിമത്ത് CBD. ഈ വെറൈറ്റി ബിൽഡിംഗ് ഉണ്ടോ? ഇതൊരു ആർട്ട് ഗാലറിയാണ്. ന്യൂ പ്ലിമത്തിലെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് സ്പോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇത്രയും കാലമായിട്ട് അതിനകത്ത് കയറിയിട്ടില്ല കേട്ടോ. ബട്ട് വൺ ഡേ ഞാൻ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് മേ ബി ഐ ഡു എ ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ തിങ്സ് ടു ഡു ഇൻ ന്യൂ പ്ലിമത്ത്. ബിക്കോസ് ഒരുപാടൊന്നുമില്ല, വിരലിലുണ്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. But it will be helpful for someone who is planning to move or who is right now in New Plymouth. ഞങ്ങളെപ്പോലെ കുറേ പേരുണ്ടായിരുന്നു ഈ വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നതും പിക്നിക്കിന് വന്നവരൊക്കെ ആയിട്ട്. ആൻഡ് ദെൻ ഞങ്ങൾ വേറൊരു സ്പോട്ട് പോയി, കുറച്ചുകൂടി ഹൈറ്റിൽ. അവിടെ ഇരുന്ന് വി കോൾഡ് അവർ പേരൻസ്. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾമോസ്റ്റ് സൺസെറ്റ് ആയി. സ്കൈ എല്ലാം ഇങ്ങനെ പിങ്ക് 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 ആയി. ഐ ആം ഫോർ എവർ എ സൺസെറ്റ് പേഴ്സൺ. എന്തൊക്കെ സംഭവിച്ചാലും. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടി. ആൻഡ് ഈ ഒരു കാഴ്ച എപ്പോഴും കാണാൻ പറ്റില്ല കേട്ടോ. മിക്ക സമയം ഒരു ഈവനിങ് ആകുമ്പോൾ ക്ലൗഡി ആയി, അവിടെ മൊത്തം ഫുൾ ക്ലൗഡ് ആയിരിക്കും. ഇന്ന് നല്ലൊരു അടിപൊളി ക്ലിയർ ഡേ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ വ്യൂ കാണാൻ പറ്റിയത്, അത് എൻജോയ് ചെയ്യാൻ പറ്റിയതൊക്കെ. ആൻഡ് ഫോർ ദാറ്റ് ഐ ഫീൽ സോ
blessed. And that's it for today's vlog. Hope you guys enjoyed the video. Thank you for watching, and I'll be back with another vlog another day. See you soon. Bye bye.